ലോകമുറ്റുനോക്കിയ അലാസ്ക ഉച്ചകോടിയിൽ സമവായമായില്ല. റഷ്യ യുക്രൈൻ വെടിനിർത്തലിന് ധാരണയാകാതെ ആദ്യഘട്ട ചർച്ച അവസാനിച്ചു. നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കും, അതിനുശേഷം തുടർ നടപടിയെന്ന് ട്രംപ് അറിയിച്ചു. റഷ്യ യുക്രൈൻ സംഘർഷത്തിന് അറുതി വരുത്തുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ നടന്ന ചർച്ചകൾ ഫലം കാണാതെ പിരിഞ്ഞു. 3 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സമാധാന കരാറായില്ല. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ വിഷയത്തിൽ ധാരണയാകാതെയാണ് ചർച്ച അവസാനിച്ചത്. പല കാര്യങ്ങളിലും ധാരണയായി എന്നും എന്നാൽ അന്തിമ കരാറിലേക്ക് എത്തിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കുമെന്നും അതിനുശേഷം തുടർ നടപടിയെന്നുമാണ് ട്രംപ് പറഞ്ഞത്. യുക്രൈൻ സഹോദര രാജ്യമെന്നാണ് പുടിന്റെ പ്രതികരണം. റഷ്യയ്ക്ക് പല ആശങ്കകളുണ്ടെന്നും പുടിൻ പറഞ്ഞു. സെലൻസ്കി സർക്കാരാണ് അതിലൊന്ന്. സമാധാന ചർച്ചകളിൽ പുരോഗതിയെന്ന് പറഞ്ഞ പുടിൻ ചർച്ചകൾ തുടരുമെന്നും അറിയിച്ചു. ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതേസമയം ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ട്രംപും പുടിനും ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധത്തെ സഹായിക്കുന്നുവെന്നാരോപിച്ച് ഇന്ത്യക്ക് US 50% തീരുവ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കും ചർച്ച നിർണായകമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.